വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. വിസ്കിയിൽ ഇസ്കിയവരെ നാം എന്തു ചെയ്യണം? വിസ്കിയിൽ ഇസ്കിയവരെ നാം എന്തു ചെയ്യണം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞാടുന്ന ഒരു ശബ്ദരേഖ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ടി വി മുഖേനയോ അല്ലെങ്കിൽ റേഡിയോ മുഖേനയോ. ബാർ ഉടമകളുടെ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായ തൊടുപുഴക്കാരൻ അനിമോൻ്റെ ശബ്ദരേഖയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. സർക്കാരിൽ നിന്നും യഥാസമയം, അതായത് മുഖ്യമന്ത്രി ഈയിടെ അദ്ദേഹം കുടുംബസമേതം വിദേശയാത്ര നടത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നാൽ ഉടൻ ചില ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കണം എന്നതായിരുന്നു വൈസ് പ്രസിഡന്റ് അനിമോൻ്റെ ശബ്ദരേഖയുടെ ഉള്ളടക്കം. അത് അദ്ദേഹം തൻ്റെ വാട്സപ്പ് കൂടിയാണ് തൻ്റെ മറ്റുള്ള അംഗങ്ങൾക്ക് അറിയിക്കാനായിട്ട് അദ്ദേഹം ആ ഗ്രൂപ്പിലാണ് അതിട്ടത്. ആവശ്യങ്ങൾ ഇതായിരുന്നു. സർക്കാരായിട്ട് നിന്നും അവരുദ്ദേശിച്ചിരുന്ന ആഗ്രഹങ്ങൾ ഇതൊക്കെയായിരുന്നു. ഡ്രൈ ഡേ എടുത്തു കളയുക. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1-ാം തീയതി ഈ ബാറുകൾ മുടക്കായിരിക്കും, മദ്യ ഷാപ്പുകൾ മുടക്കായിരിക്കും. അത് ഒഴിവാക്കുക. വിൽപ്പന സമയം 9 മണിയാണെന്ന് തോന്നുന്നു രാത്രി, അത് നീട്ടുക. അതോടൊപ്പം തന്നെ IT പാർക്കുകളിൽ ഔട്ട്ലെറ്റ്സ് തുടങ്ങാൻ ബാർ ഉടമകളെ അനുവദിക്കുക. ഇങ്ങനെ പിന്നെ നമുക്കറിയാത്ത മറ്റു പല ആവശ്യങ്ങളും ഉണ്ടാകും. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ സാധിച്ചു കിട്ടാൻ ആണ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ മാത്രമേ നടക്കൂ എന്ന് അനിമോൻ അംഗങ്ങളെ ഓർമ്മിപ്പിച്ചത്. അതായത് 2.5 ലക്ഷം രൂപ വീതം ഓരോരുത്തരും എടുത്തു കൊടുത്താൽ 25 കോടി രൂപയായി. അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ പകരം നമുക്ക് നമ്മൾക്ക് ആവശ്യമുള്ള സൗജന്യങ്ങൾ, സേവനങ്ങൾ, ഇളവുകളൊക്കെ നമുക്ക് കിട്ടും എന്നാണ് വൈസ് പ്രസിഡന്റ് അനിമോൻ ആ ശബ്ദരേഖ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദരേഖ ഏതോ കുബുദ്ധികൾ അറിഞ്ഞോ അറിയാതെയോ ചോർത്തി നൽകി. വാർത്തകൾക്ക് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന നമ്മുടെ മാപ്രകളുണ്ടല്ലോ, മാധ്യമപ്രവർത്തകർ, മീഡിയ, അവരത് വേണ്ട വിധം സ്വീകരിച്ച് അവർ അത് വളരെ ആഘോഷമാക്കി വൈറലാക്കി കയ്യിൽ കൊടുത്തു. അതോടെ സർക്കാരും വെട്ടിലായി, അനിമോനും വെട്ടിലായി. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. പണ്ടത്തെ, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ്സുകാരനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ എടുത്ത് അലക്കി മുണ്ടാക്കി ഉടുത്തത് ഇന്നത്തെ ഭരണക്കാരാണ്. ആ സർക്കാരിനെ എടുത്ത് മലർത്തി നിലത്തടിച്ചാണ് പുറത്താക്കിയത്. കോഴമാണി എന്ന് വിളിച്ച് അവർ മാണിയെ അടപടലം നാറ്റിച്ചു. പക്ഷേ പിന്നെ ആ മാണിയുടെ മകനെ തന്നെ ഒപ്പം കൂട്ടി അങ്ങേരെയും കുപ്പിയിലാക്കിയത് അവരുടെ കഴിവ്. നമുക്കതിനെ അഭിനന്ദിച്ചേ മതിയാകും. കഴിവിനെ നമുക്ക് എപ്പോഴും അംഗീകരിക്കണം, അഭിനന്ദിക്കണം. അന്ന് മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതെ സഭ സ്തംഭിപ്പിച്ച് സ്പീക്കറുടെ കസേര എടുത്തെറിഞ്ഞ ശിവൻകുട്ടി അദ്ദേഹം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി വിരാജിക്കുന്നു. സ്പീക്കറുടെ പോഡിയത്തിൽ കയറി, വേദിയിൽ കയറി, കമ്പ്യൂട്ടറും മറ്റ് സാമഗ്രികളുമൊക്കെ നിഷ്കരണം തല്ലിപ്പൊട്ടിച്ച P. ജയരാജൻ അവർകൾ LDF കൺവീനറായും ഇന്ന് മിടുക്കന്മാരായി വിലസുന്ന കാര്യം നാം കാണുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് സാരം എന്ന് നാം മനസ്സിലാക്കിയേ പറ്റൂ. ഇതിനിടെ അനിമോൻ തൻ്റെ ആറ്റം ബോംബ് പൊട്ടിച്ചതിന് പിന്നാലെ സംഘടനയുടെ പ്രസിഡന്റ്, സാക്ഷാൽ പ്രസിഡന്റ്, അനിമോൻ വൈസ് പ്രസിഡൻ്റാണ്, സംഘടനയുടെ പ്രസിഡന്റ് സുനിൽകുമാർ സാഹിബ്
ഒരു വിശദീകരണവുമായി രംഗത്തെത്തി. നമ്മളേവരും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ മീറ്റിംഗ് കൂടി. കെട്ടിടം പണിയാൻ, ഒരു ഓഫീസ് മന്ദിരം നിർമ്മിക്കാൻ, ഷെയർ പിരിക്കാനുള്ള തീരുമാനം ഞങ്ങളെടുത്തു. അതല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾ പണം സ്വീകരിക്കാനോ ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പണം സ്വീകരിക്കേണ്ട ആൾക്കാരെ നല്ലവണ്ണം ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് വെള്ളപൂശിയെടുക്കാൻ അദ്ദേഹം ഒരു വൃഥാശ്രമം, അത്തര വ്യായാമം നടത്തി. പക്ഷേ അത് കാര്യമായി ഏറ്റതായി തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മീറ്റിങ്ങിൻ്റെ അജണ്ടയിൽ കെട്ടിട നിർമ്മാണത്തെപ്പറ്റി യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഇതോടെ വെട്ടിലായ സർക്കാർ മുമ്പേ തന്നെ വിചാരിച്ചിരുന്ന പരിഷ്കാരങ്ങൾ, അതായത് ഡ്രൈ ഡേ ഒഴിവാക്കുക, വിൽപ്പന സമയം നീട്ടി നൽകൽ, IT പാർക്കിൽ മദ്യശാലകൾ തുറക്കൽ തുടങ്ങിയവ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചിരുന്നു പറയപ്പെടുന്നു. ഇതോടെ അതൊന്നും നടപ്പാക്കാൻ പറ്റാതെ അവർ വെട്ടിലായി. നടപ്പാക്കിയാൽ ഉടനെ കൈക്കൂലി മേടിച്ചു എന്നുള്ള കാര്യം തെളിയുമല്ലോ. അതോടെ അവർ വെട്ടിലായി, അവർ ആപ്പിലുമായി. നമ്മുടെ ഏത് കാര്യത്തിനും വിശദീകരണവുമായി വരുന്ന ഗോവിന്ദൻ മാഷ് വരെ മൗനി ബാബയായി തുടരുന്ന കാഴ്ച കണ്ട് നാം അത്ഭുതപ്പെട്ടു എന്നേ പറയാൻ പറ്റൂ. ചിന്തയില്ലാതെ ചിയേഴ്സ് പറഞ്ഞ സർക്കാരിന് സീറോ മലബാർ സഭ, അവരുടെ പ്രതിനിധി ആൻ്റണി വടക്കേക്കര, KCBC എന്നിവർ കടുത്ത എതിർപ്പുമായി രംഗപ്രവേശം ചെയ്തതോടെ സർക്കാരിൻ്റെ കുടുക്ക് മുറുകി ശ്വാസം മുട്ടി അവർ ഏത് നിമിഷവും തകരുമെന്ന നിലയിലുമായി. ലോട്ടറി, മദ്യം ഇവയില്ലാതെ ഇന്നത്തെ സർക്കാരിന്, പാപ്പരായ സർക്കാരിന്, അത് സർക്കാർ തന്നെ പറയുന്നതാണ്, കേന്ദ്രത്തോട് പറയുന്നതാണ്, പാപ്പര് സർക്കാർ കോഴ പിരിച്ചു എന്ന ആരോപണം നേരിടാനാവാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 50-60 രൂപയ്ക്ക് ഡിസ്റ്റിലറികളിൽ നിന്നും വാങ്ങുന്ന മദ്യം 500 രൂപ 600 രൂപ വെച്ച് വിറ്റിട്ടും, അടിക്കാത്ത ലോട്ടറികൾ കോടിക്കണക്കിന് വിറ്റഴിച്ചിട്ടും ട്രഷറി ശുദ്ധശൂന്യം എന്നറിയുമ്പോൾ നാം കണ്ണു തള്ളിപ്പോവുകയാണ് സുഹൃത്തുക്കളെ. പുസ്തകം, വനിത, വിത്തം, പരഹസ്തം, ഗതം, ഗത എന്നാണ് ചൊല്ലെങ്കിലും കാശ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തു കഴിഞ്ഞുവെങ്കിൽ, ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നമുക്കറിയില്ല, കൊടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളോ അതോ കൊടുത്തു കഴിഞ്ഞോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം ഈടാക്കാനും ബാർ മുതലാളിമാർക്കറിയാം, അവർക്കതിന് പറ്റുമെന്ന് സർക്കാരിനും അറിയാം. അത് നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യങ്ങളാണ്. സർക്കാർ ഇക്കാര്യത്തിൽ കൈമലർത്തിയെങ്കിലും കഴിഞ്ഞ 6 മാസത്തിനിടെ ഏതാണ്ട് 5 ലക്ഷം രൂപ വീതം ബാറുടമകൾ നേരത്തെ പിരിച്ച തുക ആർക്ക് കൊടുക്കാനാണ് എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടി പറയും സുനിൽ സാർ? ഇതറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം എന്തു പറയുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഇതിനിടയിൽ മദ്യനയം പരിഷ്കരിക്കാനോ മദ്യനയത്തെ സംബന്ധിച്ചോ യാതൊരുവിധ ചർച്ചയും സർക്കാർ തലത്തിൽ നടന്നിട്ടില്ലെന്ന് ഒരു തട്ടിവിടൽ നടത്തി ഒരു വാദവുമായി നമ്മുടെ എക്സൈസ് മന്ത്രി MP രാജേഷ് അവർ രംഗത്ത് വന്നതായി നാം അറിഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ടൂറിസം ഡയറക്ടർ കഴിഞ്ഞ ആഴ്ച ബാർ മുതലാളിമാരെ സൂം മീറ്റിങ്ങിന് വിളിച്ചിരുന്ന കാര്യം ഇപ്പോൾ പബ്ലിക്കായി എല്ലാവരും അറിയുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറായ അദ്ദേഹമാണ് ലിങ്കും പാസ്വേഡും അവർക്ക് സൂം മീറ്റിങ്ങിന് വേണ്ടി അയച്ചു കൊടുത്തത് എന്നുള്ള വസ്തുത കൂടി അറിയുമ്പോൾ സർക്കാർ കൂടുതൽ നാണം കെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സർക്കാരിൻ്റെ വാക്ക് ലാർജ് ആണെങ്കിൽ അവരുടെ പ്രവൃത്തി സ്മോൾ ആണ് എന്ന് നമുക്ക് ഇത്തരണത്തിൽ വിശ്വസിക്കേണ്ടി വരും. 1 കോടി രൂപയ്ക്ക് മാണി കോഴിമാണിയായെങ്കിൽ, 1 കോടി രൂപയ്ക്ക് മാണി കോഴമാണിയായെങ്കിൽ
കോഴമാണിയായെങ്കിൽ 25 കോടിക്ക് MP രാജേഷ് ആരാകും? നമുക്കറിയില്ല. നമുക്ക് ഇന്നത്തെ ഭരണകർത്താക്കളുടെ ബുദ്ധി തിങ്ക് ടാങ്കുകളായ, അതായത് ബുദ്ധിരാക്ഷസന്മാരായ പ്രബുദ്ധരായ ബിന്ദു മാഡത്തിനോടോ അല്ലെങ്കിൽ ധാരാളം ചിന്ത മാഡത്തിനോടോ, ചിന്താ ജെറോമിനോടോ, അല്ലെങ്കിൽ ഇപ്പോൾ കുപ്രസിദ്ധിയൊക്കെ ആയി നിൽക്കുന്ന മേയറമ്മ ആര്യക്കുട്ടിയോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഉത്തരം തരുമായിരിക്കാം, ചിലപ്പോൾ തരില്ലായിരിക്കാം. എന്തു പറയുമെന്ന് അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ക്യാപ്സ്യൂൾ കിട്ടിയിട്ടുണ്ടോ, അവരത് കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ എന്തു പറയുമെന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്, മോന്തായം വളഞ്ഞാൽ 64 വളയും. മോന്തായം വളഞ്ഞാൽ 64 വളയും എന്ന് പഴമക്കാർ പറയുന്നു. നമുക്കത് വിശ്വസിക്കുകയോ തരമുള്ളൂ, അല്ലാതെ മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഷയവുമായി ഇനി താമസിയാതെ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചതിന് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ക്ഷമാപൂർവ്വം കേട്ടതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.